Good afternoon, all of you. നമ്മളെല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോക മാനസിക ആരോഗ്യ ദിനം ആഘോഷിക്കുവാനാണ്. ലോക മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഈ ഒരാഴ്ചക്കാലം നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെയായിരുന്നു. Bishop Medical Center Administrator Dr. Stanis Kudiari ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനായ ഡോക്ടർ സോണി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സ്റ്റാനിസ് ആശംസ അർപ്പിക്കാനായി എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ഡോക്ടർ സി ഡി ജയദേവ്, മറ്റ് ഡോക്ടേഴ്സ്, സ്റ്റാഫ്, സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷം തോറും ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് മെന്റൽ ഡേയായി 1992 മുതൽ നമ്മൾ ആചരിച്ചു വരുന്നു. 2025 ലോക മാനസിക ആരോഗ്യ ദിനാചരണത്തിനായി നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുമ്പോൾ എല്ലാവരുടെയും ഈ മീറ്റിംഗിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. BDMCയെ സംബന്ധിച്ചിടത്തോളം ഈ മെന്റൽ ആചരണം ഒരു അഭിമാനത്തിന്റെ ദിവസം കൂടിയാണ്. കാരണം അനേകം മക്കള് നമ്മുടെ മെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ചികിത്സ തേടി നമ്മുടെ സ്നേഹവും പരിസരയുടെ ശുശ്രൂഷയും ഒക്കെ ഏറ്റുവാങ്ങി അവരുടെ മാനസിക ആരോഗ്യം വീണ്ടെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കഴിയുന്നു. മനോഹരമായ ഈ ദിനത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ സ്റ്റാനിസ് കുടിയാരി മെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനു വേണ്ടി സിസ്റ്റർ ചെയ്തു തരുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഈ അവസരത്തിൽ അനുസരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷതം അലങ്കരിക്കുന്നതിനായി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോണി തോമസിനെ ഇന്നേ ദിവസം ഇവിടെ ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നു. തൊടുപുഴ അയ്യപ്പൻ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണെങ്കിലും തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഡോക്ടർ സോണിക്ക് ആർദ്രമായ സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ സ്റ്റാനിസിയെ തന്റെ രോഗികൾക്ക് വേണ്ടി ഏത് സമയത്തും അവൈലബിൾ ആയിരിക്കുകയും എത്ര സമയം വേണമെങ്കിലും കേൾക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുവാൻ ദൈവം ഡോക്ടറാనికి നൽകിയിരിക്കുന്ന തുറക്കാൻ എടുത്തു പറയുന്നതാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ സ്റ്റാനിസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ചീഫ് ഓർത്തോപീഡിയൻ സി.വി. ജേക്കബ് സാർ ഏതാവശ്യങ്ങളിലും സഹായ വസ്തുവുമായിരുന്ന സാറിന്റെ വിശാല മനസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. അയ്യപ്പൻ തൊഴിലുറപ്പ് ബ്രാഞ്ച് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജേക്കബ് സാറിന് ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹബഹുമാനായ IMA പ്രസിഡന്റ് ഡോക്ടർ സോണി, ഡോക്ടർ ആനി, ഡോക്ടർ ജെയിംസ്, ഡോക്ടർ ജെയിംസ്, സ്നേഹമുള്ള മദർ നഴ്സിംഗ് സൂപ്രണ്ട്, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്റ്റാഫ്, ഏറ്റവും പ്രിയങ്കരായ കൊച്ചഞ്ചന്മാരെ, അഞ്ചന്മാരെ, ഏറെ സന്തോഷമുണ്ട്. നല്ല ഒരു മാനസികാരോഗ്യ വിഭാഗം നമ്മുടെ BBMCയുടെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഏറെ സന്തോഷത്തോടെ അതിലേറെ ചാരിതാർത്ഥ്യത്തോടെ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മാനസിക
ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ലോക മാനസികാരോഗ്യ ദിനത്തില് ഏതാണ്ട് ഒരാഴ്ചക്കാലമായി ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ ഈ നാട്ടില് സ്കൂളുകളിലായി, പഞ്ചായത്തില്, അതുപോലെ ഇവിടെയും ഇന്നും രാവിലെയും ഉച്ചവരെയും പ്രോഗ്രാമുകൾ അർപ്പണം പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് നല്ല ഒരു വൈകും ഒക്കെ അവതരിപ്പിച്ച് ഈ മാനസികാരോഗ്യത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആ ദിനത്തിന്റെ വിവിധങ്ങളായ വശങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്കും വീടുകളിലുള്ളവർക്കും എല്ലാം അവയർനെസ് പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായി സംഘടിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ PVMCയുടെ പേരിൽ ഞാൻ പ്രത്യേകമായി നന്ദിയും അറിയിക്കുകയാണ്. ഈ മാനസികാരോഗ്യ ദിനത്തിന്റെ ലോക മാനസികാരോഗ്യ ദിനത്തിൽ നമ്മൾ ചിന്തിക്കുകയും കൂടുതൽ അതേക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടതായ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്ന ടീം ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ തീം. ദുരന്തങ്ങൾ, സംഘർഷങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴമായി ചിന്തിക്കുകയും പഠിക്കുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് നമ്മുടെ യുവജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യൂത്ത് എന്നേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടുന്നുണ്ട്. കുടുംബങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങള് അവരുടെ വേദനകള്, ദുഃഖങ്ങള്, പ്രയാസങ്ങള്, യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങള്, അവിടെയും മദ്യവും മയക്കുമരുന്നുമെല്ലാം നമ്മളെ മാടി വിളിക്കുമ്പോൾ അവിടെയെല്ലാം കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഓരോ ജീവിതത്തിലും ഫേസ് ചെയ്തേണ്ടതായ വരുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ അനുദിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സും സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് വളരെ തീക്ഷ്ണതയോടുകൂടി ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇറങ്ങി ഇവരാലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും പഠിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഈ ആഴ്ചയിൽ വളരെ ഭംഗിയായി ഈ തീമിനെ അവതരിപ്പിക്കുവാൻ ഇവര് പരിശ്രമിച്ചു. അതിൻ്റെ ഫലം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രസംഗം നേടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഈ ദിനത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷ സിസ്റ്റർ അനീസ്, അഡ്മിനിസ്ട്രേറ്റർ BVMC ഹോസ്പിറ്റൽ മൂലമറ്റ, നമ്മുടെ കീനോട്ട് അഡ്രസ് പോകുന്ന സിസ്റ്റർ അനീസ് ചെറി, മെഡിക്കൽ സൂപ്രണ്ട് BVMC ഹോസ്പിറ്റൽ, വെൽക്കം സ്പീച്ച് നടത്തിയ സിസ്റ്റർ ഡോക്ടർ ജെയിംസ്, നമ്മുടെ IMAയുടെ ബ്ലഡ് ബാങ്ക് പ്രസിഡന്റും കൂടെ ആയ നിങ്ങളുടെ സ്വന്തം ഓർത്തോപെഡീഷ്യൻ ഡോക്ടർ ജേക്കബ് സീരീസ്, മറ്റ് വേദിയിലുള്ള വിദ്യാർത്ഥികളെ, ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ട ഒരു സുപ്രധാന സുദിനമാണിത്. എല്ലാ വർഷവും ഒക്ടോബർ 10 ലോകമെമ്പാടും ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത് നമ്മുടെ മാനസിക ക്ഷേമം എത്രത്തോളം വിലപ്പെട്ടതെന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ പ്രമേയം അത്യാസന്ന മനുഷ്യാവസ്ഥയിലെ മാനസികാരോഗ്യം, മെന്റൽ ഹെൽത്ത് ഇൻ ഹ്യൂമാനിറ്റേറിയൻ എമർജൻസീസ് എന്നാണ്. മാനസികാരോഗ്യത്തിനായി പ്രതിജ്ഞ എടുക്കാം. തുറന്ന് സംഭാഷണങ്ങളിലൂടെയും പരസ്പര പിന്തുണയിലൂടെയും മാനസികാരോഗ്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് ശ്രമിക്കാം. BVMC ഹോസ്പിറ്റലിൽ 32 വർഷമായി സൈക്കാട്രി വിഭാഗം പ്രവർത്തിക്കുന്നു.
1993 ഡോക്ടർ സുദർശൻ ഇവിടെ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ വളരെ നന്നായിട്ട് ഒരു സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് നമ്മൾക്ക് ഇവിടെ പോകുന്നുണ്ട്. അപ്പം അതിന്റെ സേവനം വളരെ മഹനീയമാണ്. തുടർന്ന് നമ്മുടെ ഡോക്ടർ ആനിശ്രീ സിസ്റ്റർ വളരെ വളരെ കാര്യക്ഷമതയോടുകൂടി ആ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, മൂലമറ്റത്തെ BVMC ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സേവനങ്ങൾ വളരെ സുദൃഢമാണ്. അപ്പം നമുക്കെല്ലാവർക്കും ഈ ഒരു ആഴ്ച തന്നെ നമുക്ക് WHO നമുക്ക് ഈ ലോക മാനസിക ആഴ്ച എന്നാണ് അറിയപ്പെടുന്നത്, ദിനം നല്ല അറിയപ്പെടുന്നത്. ഒക്ടോബർ 10 നമ്മുടെ ലോക മാനസികാരോഗ്യ ദിനമെങ്കിലും ഈ ഒരു ആഴ്ച മുഴുവൻ നമ്മുടെ ആഘോഷമാണ്. അപ്പോൾ ഈ ലോക മാനസികാരോഗ്യ ആഴ്ചയുടെ BVMC ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിന്റെ ഒഫീഷ്യലായി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സ്നേഹമുള്ള നമ്മുടെ IMM പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ സോണി തോമസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആനിസ് കുട്ടിയാനി, ഡോക്ടർ ജെയ്സ്, ഡോക്ടർ ജേക്കബ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് സിസ്റ്റർ സെലീൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ എലിസബത്ത്, ഫാദർ മെൽവിൻ, സ്നേഹമുള്ള സ്റ്റാഫ് അംഗങ്ങളെ, SH ബ്ലോക്കിലെ സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നഴ്സിംഗ് സ്റ്റുഡൻസ്, അതെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതായത് ദിവസങ്ങൾ ലോക മാനസിക ആരോഗ്യം. അതേപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒത്തുകൂടലില്ലാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയില്ല. നമ്മുടെ ഡോക്ടർ സോണി മെൻഷൻ ചെയ്തതുപോലെ 1993 മാർച്ച് 5 തുടങ്ങിയതാണ് ഈ മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. ഏകദേശം 55,000-ൽ കൂടുതൽ രോഗികൾ സൗഖ്യം പ്രതീക്ഷിച്ചുകൂടെ വഴിയുകയും അനേക ആയിരങ്ങൾക്ക് ഈശോ തന്റെ സാന്നിധ്യത്താലും സ്പർശനത്താലും അനേക ഡോക്ടേഴ്സും അതുപോലെ അനേക ശുശ്രൂഷകരും നഴ്സുമാരും ഈ ശുശ്രൂഷ മേഖലയിൽ വന്ന് നമ്മുടെ ഈ ശുശ്രൂഷകളെ മനോഹരമാക്കുവാൻ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സുദർശൻ തുടങ്ങി വെച്ച ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് മറ്റു പല ഡോക്ടേഴ്സും 12 ഡോക്ടേഴ്സും അവസാനമായി ഡോക്ടർ ജയ്മോനാണ് ഇവിടെ നിന്ന് പോയത്. അങ്ങനെ ഒത്തിരി പലരുടെ പ്രയത്നഫലമായിട്ടാണ് അനേക ആയിരങ്ങളുടെ സൗഖ്യം നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ മാനസിക ആരോഗ്യ ദിനം ആചരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ കണ്ടുകിട്ടുന്നതിൽ കൂടുതലായി എല്ലാ തുറകളിലുള്ള വ്യക്തികൾ ഈ കാലയളവിൽ മാനസിക സംഘർഷത്തിലാണ്. ഡോക്ടേഴ്സ് സൂസൈഡ് ചെയ്തു. ഞാനൊന്ന് ആദ്യമായിട്ട് കേട്ടത് 91-ൽ ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ സുന്ദരിയായ ഒരു അനസ്തറ്റിസ്റ്റ് ആത്മഹത്യ ചെയ്തു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അത്രയേറെ വേദനാജനകമായിരുന്നു. അത് അന്ന് ആ 91-ൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തതിന് ഈ കാലങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുന്നവരെന്ന് നമ്മൾ അറിയുന്നു. അവരിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും എന്താണ് പറ്റിയിരിക്കുന്നത്? മാനസികമായ ആരോഗ്യം കുറയുന്നു എന്നതിന്റെ ഒരു അടയാളമാണ്, ലക്ഷണമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ കഴിവില്ലാതെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്. മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ഒരു ലക്ഷണം ഇത് തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത്
പ്രതിസന്ധികളിലും തളരാതെ, മനസ്സുകൊടുക്കാതെ, ധീരതയോടെ, സന്തോഷത്തോടെ ജീവിതത്തിൽ എന്തുമുണ്ടാകട്ടെ. നമ്മൾ പറയുന്നത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഞാൻ ഇടയ്ക്ക് ഉള്ളതിൽ ഏറ്റവും സ്നേഹമാണെന്ന് തോന്നുന്നു, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ, നമ്മുടെ പ്രളയം നമ്മൾ കണ്ടു ഇല്ലേ, അതിന്റെ ഭീകരത നമ്മൾ കണ്ടു. ഇത് നോക്കുമ്പോൾ പ്രകൃതിയിൽ തന്നെ അമേരിക്കയിലെ പ്രളയം, കൊടുങ്കാറ്റ്, അനേക ആയിരങ്ങൾ ഒരുമിച്ച് മരിക്കുന്നു. അങ്ങനെ ലോകമെമ്പാടും എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നുള്ള ദുരന്തങ്ങള്, പെട്ടെന്നുള്ള മരണങ്ങള്, ആയിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് മരിച്ചു പോകുന്നു. ഒരിക്കലും ആശയം കിട്ടാതെ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. എന്ത് ചെയ്യുന്നതെന്ന് അറിയാതെ ഉഴലുകയാണ്. ജീവിക്കുവാൻ ഒരു നിമിഷം കൊണ്ട് മനുഷ്യന്റെ എല്ലാം നഷ്ടപ്പെടുന്നു. 30, 50, 80 വർഷം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് നമ്മുടെ മലമാല ചൂടുമലയെല്ലാം ഒലിച്ചുപോയി. എല്ലാ സമ്പാദ്യവും പോയി. സ്വർണ്ണ ആഭരണങ്ങളെല്ലാം കിടന്നു കിട്ടിയതൊക്കെ പറയുന്നത്. ഒത്തിരി ദുരന്തങ്ങൾ നമ്മുടെ ഈ മനുഷ്യർ ഈ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രതിസന്ധി വരുമ്പോൾ അതിന് തരണം ചെയ്യാൻ കെൽപ്പില്ലാതെ വളരുന്ന മനുഷ്യർക്ക് കൈത്താമായി പ്രവർത്തിക്കാനുള്ളവരാണ് നാം ഓരോരുത്തരും. കുട്ടികളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കേ, കുട്ടികളിലെ ആത്മഹത്യ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മുടിമെടുക്കലായ വിദ്യാസമ്പന്നരായ കുട്ടികൾ. പിന്നീട് നമ്മുടെ യൂട്യൂബിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചെക്കൻ, അവൻ ഫസ്റ്റ് എഴുതുന്നത് അല്ലേ, നീറ്റ് എക്സാമിനേഷൻ 99.9% മാർക്ക് കിട്ടിയ അവൻ ആത്മഹത്യ ചെയ്തു. ഒരേ കാരണം എനിക്ക് മെഡിസിൻ പഠിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ ഇതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവന് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മെഡിസിൻ പഠിക്കില്ല, അപ്പൊ കളയട്ടെ, അല്ലെങ്കിൽ പരീക്ഷ ചെയ്യട്ടെ, അല്ലെങ്കിൽ അധ്യാപകനാകട്ടെ, എന്തെങ്കിലും വേറെ വഴികൾ കണ്ട് അത് തിരിച്ചു നോക്കി അതിനെ തിരഞ്ഞെടുത്ത് നല്ലൊരു തീരുമാനത്തിലേക്ക് പോകുവാൻ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ സംഗതികള്. അങ്ങനെ നമ്മളിപ്പോ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്തതുപോലെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഈ ദിവസം യൂട്യൂബിലും പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു, വായിച്ചു. എന്താണ് മനുഷ്യനെ കൊലപാതകത്തിലേക്ക് പോകുന്നത്? മനുഷ്യൻ അതെ, ഒരു വശത്ത് മനസ്സിന് കട്ടിയില്ല എന്ന് പറയുമ്പോൾ വേറൊരു വശത്ത് ഭീകരത, എന്തും ചെയ്യുവാൻ കൽപ്പുള്ള, അല്ലെങ്കിൽ നന്മ തിന്മകളെ വിവേചിക്കാൻ കഴിയാതെ കൊലപാതകത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു മനുഷ്യന്റെ നമ്മുടെ കേരളം ശരിക്കും പ്രാന്താലയമാണ് എന്ന് പറയുന്നത് പോലെ ഒത്തിരി തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം, ആത്മഹത്യ, ക്രമാസക്തരായ മനുഷ്യര്, കുട്ടികളിൽ പോലും വളരെ പിഞ്ചു കുഞ്ഞുങ്ങളിലും ക്രമാസക്തരായിരിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കുമ്പോൾ ഈ തിന്മ പെരുകിയ ഈ കാലഘട്ടത്തിൽ ക്രമാസക്തരായ മനുഷ്യർ കൂടി വരുമ്പോൾ പ്രതിസന്ധികളെ നേരിടാൻ കഴിവില്ലാതെ അമേരിക്കയിൽ വന്നവരുണ്ട്, ഓസ്ട്രേലിയയിൽ വന്നവരുണ്ട്. എന്തിനാണ് നാട് വിട്ടു പോകുന്നത്? ഈ കേരളത്തിൽ നിന്ന് വിജയിക്കില്ലായെങ്കിൽ ഒത്തിരിയേറെ ത്യാഗം ചെയ്ത് അന്യദേശത്ത് പോയി അവിടെയും ജീവിക്കാൻ കഴിവില്ലാതെ മനസ്സിനെ കട്ടിയില്ലാതെ വളർന്നു വീഴുന്ന അനേക ആയിരങ്ങളെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. കാര്യം നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയില്ല, എത്ര വർഷമായി, 19 വർഷമായി, മക്കളുണ്ടോ ഉണ്ട്, ഭാര്യയുണ്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ ഇന്നത്തെ മനുഷ്യർക്കില്ലാത്ത ഒരു കാര്യം എന്താണ്? സമാധാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സമാധാനം മറ്റുവരുന്നത് പോയി. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈ മാനസിക ആരോഗ്യ ദിനത്തിൽ അല്ലെങ്കിൽ മാനസിക ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു 1-2 കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം കാണാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ ആലേഖനം ചെയ്യുക. കുട്ടികളോടും പറയുന്നത്, ഇങ്ങനെ ചെറിയ ചെറിയ തോറ്റു പരീക്ഷ അപ്പൊ അങ്ങനെ ജീവിതത്തിൽ എന്ത് വന്നാലും ആ പരാശയങ്ങളുടെ പിന്നില് നിങ്ങൾ കടന്നു പോകാതെ പ്രത്യാശയോടെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടുത്തുന്നത്. 3, ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഏറ്റവും വേണ്ടത് മാതാപിതാക്കളുടെ പറയുന്നത് മാതാപിതാ ബന്ധം. പിതാവ്
ഭാര്യാഭർത്തൃ ബന്ധം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിക്കുന്നു. അതാണ് മാനസികാരോഗ്യം നഷ്ടപ്പെട്ടതിന് വേറെ കാരണം. അതുകൊണ്ട് എന്തു വില കൊടുത്തും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം ദൃഢതരമാക്കുക. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യയെ വിശ്വസിക്കുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഭർത്താവ് ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കുക. ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതുള്ളത് 93 കണ്ടക്ടർ ഡിപ്പാർട്ട്മെന്റിൽ തുടങ്ങിയത് മെഡിക്കൽ വാർഡിന്റെ ഒരു വാർഡ് ഭാഗം എടുത്താണ്. അത് പിന്നെ 96-ലാണ് ഇത് ഒക്ടോബറിലാണ് ഇത് കഴിച്ചിരിക്കുന്നത്. അന്ന് ഈ ഓഡിറ്റോറിയം ഇല്ല. പിന്നീട് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ആവശ്യമാണെന്ന് കണ്ടതെല്ലാം ചെയ്തതാണ്. കണ്ടക്ടർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഒത്തിരി ആനീസിനെയും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദിയോടെ സ്മരിക്കുകയാണ്. ബഹുമാനയുടെ മദർ എത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി മദറിന് കുറെ മക്കളുണ്ട്. ഇന്ന് ഞങ്ങളുടെ പ്രൊഫഷണൽ വിസിറ്റിന് വരുന്നത് ഒത്തിരി കാര്യങ്ങളാണെങ്കിലും മദർ നമ്മുടെ കൂടെയാണ്. മദറിനെ ഓർക്കുന്നു, നന്ദി പറയുന്നു. പ്രിൻസിപ്പൽ എലിസബത്തും ESLT ബ്ലോക്കിനെ സ്നേഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്രണ്ട് സെലിയും മറ്റു ഡോക്ടേഴ്സ് ഏവരെയും കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അച്ഛന് അച്ഛന് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഞ്ജലി എന്ന് പറഞ്ഞ 2 പേരുമാണ്. സൈക്കോളജിയാണ്. സൈക്കോളജി എല്ലാവർക്കും സ്ഥലത്ത് കൊടുക്കുന്നു. സ്റ്റാഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനുണ്ട്, പിന്നെ മറ്റൂസ് ജോയൻ ശ്രീസി, പിന്നെ എല്ലാവരെയും ഇതിനു വേണ്ടി ശരിയായി പ്രവർത്തിക്കാനായിട്ട് ദൂരം ചെയ്ത സാൻസിനും വാർഡിൻ്റെ റോസിനും സെക്രട്ടറിക്കും ഓരോ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ചുരുക്കുന്നു. ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം മനസ്സിലായി. ഡോക്ടർ അനിയുടെ ക്ലാസ്സോടുകൂടി നമ്മളെല്ലാവരും സന്തോഷമായ പ്രസംഗപരമായിട്ടിരിക്കുകയാണ്. മാനസികമായിട്ട് അടിസ്ഥാനമാണ് ഡോക്ടറെ പറഞ്ഞത്. തീമിനെ കുറിച്ചൊക്കെയാണ് അതിൻ്റെ തീം പറയുന്നത് കറ്റസ്ട്രോഫീസ് ആൻഡ് ഡിസീസ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കറ്റാസ്ട്രോഫീസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ആനയെ തളച്ചുക എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ തളച്ചു കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. തടി എടുത്തിട്ട് തടിയിൽ കുറേ ഉണ്ടാക്കി അതിൽ ഒരു കാര്യം കിടത്തിയിട്ട് അപ്പുറത്ത് കിടത്തി സകലെ എത്തിച്ചിരുന്നു. അങ്ങനെയായിരുന്നു സൈക്കാട്രി ട്രീറ്റ്മെന്റ് വയലന്റ് ആൾക്കാർ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി വളരെ ട്രീറ്റ്മെന്റ് വളരെ പുരോഗമിച്ചു. മോഡേൺ മെഡിസിൻ സൈക്കാട്രി സോണി പറഞ്ഞത് ഇന്നിൻ്റെ ആവശ്യമാണ്. സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജിസ്റ്റ് എല്ലാവർക്കും ഇതിൻ്റെ അഭിപ്രായമാണ്. ഈ അവസരത്തിൽ ഇതിൻ്റെ ഈ കണ്ടുപിടിക്കലെ ഒക്ടോബർ 10-നാണ് ഒക്ടോബർ 9 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നവരോട് ESLTയുടെ ഇതിൻ്റെ എല്ലാ ആശംസകളും.
you students for the performance tonight. ഡോക്ടർ സോണിയ തോമസ്, അധ്യക്ഷപദം അലങ്കരിച്ച സിസ്റ്റർ ആനിസ് കുട്ടിയാനി, ചീഫ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ആനിസ്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ജെയ്സ്, നേഴ്സസ് സൂപ്രണ്ടന്റ് സിസ്റ്റർ സെയിൻ, മദർ സിസ്റ്റർ അന്ന, ഫാദർ മെൽവിൻ, മിസ് അഞ്ജന വി ആൻഡ് മിസ് അഞ്ജന ആർ, നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസ്, സ്റ്റാഫ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ എന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ മാനസിക ആരോഗ്യം നിലനിർത്താൻ സഹായകമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അന്ധകാരത്തിലെ അദൃശ്യകരങ്ങളെ കുറിച്ച് ആലോചിക്കാതെ വെളിച്ചത്തിലെ സദൃശമായ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും മാനസികവും ശാരീരികവുമായി ആരോഗ്യദൃഢഗാത്രരായിരിക്കുക. മനോഹരമായ ഈ സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറിൽ ഏവർക്കും നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് മാനസിക ആരോഗ്യത്തെ കുറിച്ച് വളരെ വിശദമായ ആശയങ്ങൾ പങ്കുവച്ച IMA പ്രസിഡന്റ് ഡോക്ടർ സോണിയ തോമസിന് തന്റെ തിരക്കേറിയ ഉത്തരവാദിത്വത്തിനിടയിലും സമയം കണ്ടെത്തി ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ സോണിയ തോമസിന് ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആനിസ് കുട്ടിയാനിയാണ്. മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിന്റെ ഇത്ര വിപുലമായി നടത്തുവാൻ മുൻകൈ എടുക്കുകയും എന്തും നേടിയെടുക്കുവാനുള്ള വിശാല മനസ്സും ത്യാഗനിർഭരമായ ജീവിതവും എപ്പോഴും എല്ലാവർക്കും സംരഭ്യമായിക്കൊണ്ട് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും മാനസിക ആരോഗ്യത്തോടനുബന്ധിച്ചുള്ള അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്ത PBMCയുടെ ഉന്നമനത്തിന് അഹോരാത്രം പ്രയത്നിക്കുന്ന നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആനിസ് കുട്ടിയാനിയെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനായി വലങ്കയായി പ്രവർത്തിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ആനിസിലേക്കാണ്. എപ്പോഴും നമുക്ക് സംതൃപ്തിയും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ശാന്തതയോടെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും സമീപിക്കുകയും എല്ലാവർക്കും സംതൃപ്തിയുമായി തീർന്നുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ഡോക്ടർ സിസ്റ്റർ ആനിസ് ദേവിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദിയുടെ നാമങ്ങൾ അർപ്പിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച ഡോക്ടർ ജയ്ക്കും ഏതൊരു പ്രോഗ്രാമിൽ വിളിച്ചാലും ഒരു ചെറുപുഞ്ചിരിയോടെ കടന്നു വന്ന് നല്ല മനസ്സോടെ തന്റെ അറിവും പരിചയവും സമ്പത്തും ആശയവും എല്ലാം പങ്കുവയ്ക്കുകയും മുൻ IMA പ്രസിഡന്റ് നമ്മുടെ സീനിയർ ഓർത്തോപീഡീഷ്യനുമായ ഡോക്ടർ ജയ്ക്കും സാറിനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ചുക്കാൻ പിടിച്ച മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ സിസ്റ്റർ ഡോക്ടർ ജെയ്സ്. രണ്ട് ഉത്തരവാദിത്വങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന തിരക്കിനിടയിലും എന്താവശ്യങ്ങളിലും സഹായിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി ഞങ്ങളെ സഹായിക്കുകയും എപ്പോഴും അവൈലബിളായിരിക്കുകയും ചെയ്യുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ സിസ്റ്റർ ജെയ്സിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള ഈ വർഷത്തെ തീം അസിസ്റ്റ് സർവീസ് മെന്റൽ ഹെൽത്ത് കാറ്റസ്ട്രോഫ്സ് ആൻഡ് എമർജൻസീസ് എന്നതാണ്. മെന്റൽ ഹെൽത്ത് വീക്കിനോടനുബന്ധിച്ച് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ സെന്റ് ജോസഫ് കോളേജിലും നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലും നമ്മുടെ നഴ്സിംഗ് സ്കൂളിലും നമ്മുടെ സ്റ്റാഫിനുമെല്ലാം ക്ലാസ്സുകൾ നൽകി എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ചുള്ള ക്ലാസ്സുകൾ പൊതുതലമുറകൾക്ക് നൽകിക്കൊണ്ട് പുതുജീവൻ പകർന്നുവന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ വെൽവിനും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മിസ് അഞ്ജന ആർ,
എന്നിവർക്കും നമ്മുടെ MSW സ്റ്റാഫ്, നമ്മുടെ മേഘയ്ക്കും ജോയിലിനും ഒപ്പം ഇതിന് മറ്റൊരുത്തോടനുബന്ധിച്ച് എത്ര വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം ക്രോഡീകരിച്ച ജിതിനും മാത്യുസിനും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ക്വിസ് പ്രോഗ്രാം കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയും താല്പര്യവും വളരെ എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ച നമ്മുടെ സിസ്റ്റർ ആൻസിനും സ്നേഹത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. എപ്പോഴും ഏതാവശ്യങ്ങളിലും ഈ പ്രോഗ്രാമിന് ഓടി പിടിപ്പിക്കുവാനായി BBMCയുടെ നാട്ടിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. മാനവതയെ പോലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും സൗലഭ്യമായിക്കൊണ്ട് ഞങ്ങളുടെ ഏതാവശ്യങ്ങളിലും നിർമ്മിച്ചത് തോന്നി ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ ഭംഗിയായി തന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേഴ്സിംഗ് സൂപ്രണ്ടന്റ് സിസ്റ്റർ സെറ്റ് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ സ്കൂളും തമ്മിൽ എപ്പോഴും ഒരു ലിങ്കുണ്ട് എന്നത്. അത് വളരെ ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ നേഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ എലിസബത്തിനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഏതാവശ്യങ്ങളിലും ഞങ്ങളുടെ മുന്നണിയിൽ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മകനെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. സ്വന്തം എന്ന പോലെ നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് പ്രോഗ്രാം അവതരിപ്പിച്ച MSW ട്രെയിനീസിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമുക്ക് വേണ്ടി വിവിധ പ്രോഗ്രാം അവതരിപ്പിച്ച നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, പ്രത്യേകിച്ച് കൾച്ചർ പ്രോഗ്രാം വളരെ ഭംഗിയായി അവതരിപ്പിച്ച സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.